ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്നാന്ന് വെച്ചാൽ ഫിഷ് ടിക്കായ ചെയ്യാൻ പോകുന്നത്. ഫിഷ് ടിക്ക ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കാനും അതെ ജോലിയേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഫിഷ് ടിക്കായ്ക്ക്. അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ ഇതിന് വേറെ കുഞ്ഞു മീനൊന്നും ഒക്കിയല്ല. അതിന് ഇച്ചിരി എന്നാ പറയുന്നത് ദശയുള്ള മീൻ തന്നെ വേണം. അപ്പം ഞാനിവിടെ എന്നാ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിലോ നെമ്മീനാണ് എടുത്തേക്കുന്നത്. നെമ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. പാരയായാലും നല്ലയാ, അല്ലെങ്കിൽ നെമ്മീൻ ചൂരയായാലും നല്ലയാ, പിന്നെ മറ്റേ സാദാ ചൂര ഇഷ്ടമുള്ളവർക്ക് അതായാലും നല്ലയാ. പക്ഷെ കഷ്ണം മീൻ വേണമെന്നേ ഉള്ളൂ. എന്നാലല്ലേ ടിക്ക നമ്മുടെ സ്ക്യൂവറിൽ കുത്തിയേച്ച് നമുക്കത് ഗ്രില്ല് ചെയ്തെടുക്കാനൊക്കത്തുള്ളൂ. പക്ഷേ എല്ലാ വീട്ടിലും ഗ്രില്ലിങ് അങ്ങനെയൊക്കെ ടെൻഷനുള്ള കൂട്ടത്തിൽ ആ ടെൻഷനേ വേണ്ട. നമ്മുടെ സാധാ ഗ്യാസ് അടുപ്പയിലും നമുക്ക് ടിക്കായൊക്കെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനെപ്പറ്റി വലിച്ച് പേടിക്കേ വേണ്ട. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ എരിവിനാന്നു ഇച്ചിരി പച്ചമുളക് അരച്ചേക്കുക. ഇതെന്നാ ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഇത് ഇച്ചിരി മല്ലിയില അരച്ചേക്കുക, പേസ്റ്റാക്കി വെച്ചേക്കുക. ഇതെന്നാന്നോ ഗരം മസാലയല്ല, അരിമോദകപ്പൊടിയാണത്. പിന്നെ മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ എന്നാ കറിയാലേ, അതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം. പിന്നെ നമ്മൾ ഈ ചേർക്കാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവ്. വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വറുത്ത് വെച്ചേക്കുക. പിന്നെ കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ല വെള്ളം പോലത്തെ തൈരാണെങ്കിൽ നമ്മുടെ മീൻ വെന്ത് 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 ടിക്ക വേറെയായി മാറും. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനം മതി ശരിക്കും നമ്മുടെ ടിക്കായ്ക്കകത്ത് പെരട്ടാനുള്ള ഇൻഗ്രീഡിയൻസാണ്, മാരിനേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സവാളയുണ്ട്, പിന്നെ ഒരു ഇച്ചിരി ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഇച്ചിരി ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഇച്ചിരി ബട്ടർ. ഒരു സാധനം കൂടെ ഉണ്ട്, എന്താണെന്നറിയാമോ? എണ്ണ. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ എണ്ണ വറുക്കാനല്ല, പക്ഷേ നമ്മുടെ ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തേച്ച് പെരട്ടി അതിനകത്ത് എന്നാ പറയുക അരപ്പ് പെരട്ടാനുള്ള സാധനമാണ്. ഈ ഫസ്റ്റ് കാണിച്ചേക്കുന്ന അത്രയും മാത്രം മതി ടിക്കായ്ക്ക് വേണ്ടിയത്. പിന്നെ കളർ ചേഞ്ച്, അത് ഞാൻ എന്ത് പറഞ്ഞാലും കൈവെക്കുവല്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ കളറൊന്നും ചേർക്കാതെയൊക്കെ ടിക്ക കൊണ്ട് മേശപ്പുറത്ത് വെക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും ഇതാണോ ടിക്ക എന്ന് ചോദിക്കും. കാര്യം എന്നാന്നോ, ഹോട്ടലിൽ കഴിച്ചേച്ചും വന്നേച്ച് ആ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളുണ്ടാക്കിയത് നോക്കുന്നത്. ഞാൻ എന്തായാലും കളർ ചേർക്കുകയല്ല. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാത്രം ഒരിച്ചിരി കളർ ചേർക്കണ്ട. കേസരി പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടും, അത് ചേർത്ത് വെച്ചാൽ മതി. അത് വലിയ ദോഷമില്ല. പക്ഷെ എന്നാലും ഞാനത് പറയുകയല്ല, വേണ്ടാന്നേ പറയത്തുള്ളൂ കേട്ടോ, വേണമെങ്കിൽ മാത്രം. ഇനി ജോലി എന്നാന്നറിയാമോ? വേറെ ഒന്നുമല്ല, ഒരു ബൗൾ എടുക്കുക, ഇതെല്ലാവരെയും കൂടെ മീനിനകത്തോട്ടിട്ട് മീനിനെ മാക്സിമം ഉപദ്രവിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ആയാലും മീൻകറി ആയാലും എന്നതായാലും ആദ്യം മഞ്ഞപ്പൊടിയിൽ തുടങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, എരിവ് എന്ന് പറയുന്ന പച്ചമുളക് മാത്രമേ ഉള്ളൂ. കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് എന്നാന്ന് പറയാ ഒരു ടീസ്പൂൺ അരിമോദകപ്പൊടിയും. പിന്നെ കുറച്ച് കസൂരി മേത്തി. അത് നമ്മുടെ ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ കൈ വെച്ചൊന്ന് തിരുമിയേച്ചിട്ടാലും നല്ലതാണ്. അപ്പം ഇലയായിട്ട് ഒത്തിരി ഒന്നും കിടക്കുകയില്ല. പിന്നെ ആണെങ്കിൽ കുറച്ച് നമ്മുടെ
ഇതെല്ലാം കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കണ്ടേ. അന്നേരത്തെ ഒരു ബൈൻഡിങ് വർക്കായിരുന്നു നമ്മുടെ കടലമാവിന് വരുന്നത്. പിന്നെ ഇച്ചിരി തൈര്, ഒരു ഇച്ചിരി ഉപ്പൂടി ഇട്ടേച്ച് ആദ്യം നമ്മൾ ആ മിക്സ്ചറിനെ ഒന്ന് ഇളക്കാവേ. ഉപ്പ് പോരാ എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇച്ചിരി എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി ഉപ്പ് ചേർക്കാം. ഞാൻ ഇട്ടത് എന്തായാലും ഒരു ഇച്ചിരി ഉപ്പാട്ടോ, എന്നാലും പോരായിരിക്കും. ഇതിനകത്തോട്ട് നമ്മുടെ മീനിനകത്തോട്ട് നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ചില്ലേ, അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണേ, ഒരു ഇച്ചിരി. നമ്മുടെ മീനിനെ നമ്മൾ വലിയ ഉപദ്രവമൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു ബ്രേക്കോടുകൂടി അതിനെ ജോലി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ ഞാൻ മീനിനെ ഉപദ്രവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? പാവം ഒറ്റയ്ക്ക് കിടക്കുമല്ലേ, അന്നേരം നമുക്കൊരു ഇച്ചിരി സവാളയും കൂടെ കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ടൊമാറ്റോ, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ക്യാപ്സിക്കം, ഇതിനെ ഇനി എന്നാ ചെയ്യണം? നമ്മൾ മീൻ ഓൾറെഡി പുരട്ടി വെച്ചേക്കുമല്ലേ, ഇനി നമ്മൾ ബാക്കി ചേർത്തേക്കുന്ന സാധനം എല്ലാം കൂടെ പുരട്ടി വെക്കണം. എന്നാലേ ആ ക്യാപ്സിക്കത്തിനകത്തും എല്ലാം അത് പിടിക്കത്തുള്ളൂ. ഈ ഉള്ളിയിലൊന്നും അത്ര അധികം ഒന്നും പിടിക്കുകയല്ല കേട്ടോ. നമ്മുടെ ആ ബേസിക്കലി ടിക്കായ്ക്ക് ഉള്ളിയൊന്നും ഒത്തിരി വേവുകയല്ല, ഒരു ഇച്ചിരി റോ ഫീലിംഗ് നമുക്ക് അതിനകത്ത് വരും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിപ്പം പുരട്ടി വെച്ചേക്കുമല്ലേ, ഇനി നമുക്ക് പാൻ ഇച്ചിരി ഒന്ന് കത്തിച്ചേച്ച് നമ്മുടെ സ്ക്യൂവർ ഇല്ലേ, സ്ക്യൂവർ എടുത്തിട്ട്, ഇതാണ് സ്ക്യൂവർ, ഇതല്ല ചിലയിടത്താണെങ്കിൽ എന്നാ പറയുന്ന കമ്പിയിൽ കിട്ടും. ആദ്യം നമ്മൾ ചെയ്ത് ഓർക്കുന്നില്ലേ, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലി എടുക്കുക. അത് ഇച്ചിരി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കട്ടിയുള്ള ഈർക്കിലി എടുത്തേച്ചാൽ മതി. അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഇച്ചിരി ഒരു ഉള്ളി, ഇത് ശരിക്കും നമ്മൾ ലെയർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ കലാബോധം എന്ന് പറയുന്ന പോലെ ലെയർ ചെയ്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഉള്ളി വെച്ചു, മീൻ വെച്ചു, ഇനി ഒരു റെഡ്, അതായത് നമ്മുടെ ഒരു ടൊമാറ്റോ, പിന്നെ ഒരു ക്യാപ്സിക്കം. ഓക്കെ, ഇത് ഒരു ലെയർ. ഇനി നെക്സ്റ്റ് ലെയർ സെയിം അതേപോലെ തന്നെയാ, ഒരു സവാള വെക്കണം. സവാള ഇച്ചിരി കട്ടിക്കായാലും കുഴപ്പമൊന്നുമില്ല, 2 പെറ്റൽ ചേർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ 2 ലെയറായി.
ഇനി ഒരു ലെയറും കൂടെ, അത്രയും മതി. അതിൽ കൂടുതലൊന്നും നമുക്ക് ഒരിക്കലും ഒരു സ്റ്റാർട്ടർ കഴിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ പിന്നെ മെയിൻ കോഴ്സ് എങ്ങനെയാണ് കഴിക്കാൻ ഒക്കുന്നത് അല്ലേ? ഇത് ഞാൻ ചുമ്മാ ഇവിടെ സ്റ്റാർട്ടർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡിന്നറിനൊക്കെ പോവുകയാണെങ്കിൽ മാക്സിമം ഇത്രയൊക്കെ നമുക്ക് ഒക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ആഹാരം കഴിക്കണ്ടേ. മീനൊക്കെ എപ്പോഴും മേടിക്കുമ്പം കഴിയുന്നതും ടിക്കായ്ക്ക് ഓൾമോസ്റ്റ് ഒരേ ഷേപ്പിൽ, അതായത് നമ്മുടെ ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള എല്ലാം മുറിക്കുന്ന ആ ഷേപ്പില്ലേ, ആ ഷേപ്പിന് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഈ പാനിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്നിട്ടേച്ച് ഓക്കെയല്ലോ. അപ്പോൾ ഇത് തൽക്കാലം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഇവിടെ ഇരിക്കട്ടെ. ഒരെണ്ണവും കൂടെ ആക്കി വെച്ച് നമുക്ക് 2 എണ്ണം ഇട്ടിട്ട് അടച്ചിട്ട് വേവിച്ച് ചുട്ടെടുക്കുന്നല്ലേ നല്ലേ. അന്നേരം ഒന്നുകൂടെ ആക്കിക്കോട്ടെ. ശരിക്കും നമ്മൾ എന്നാ പറയുന്നറിയോ, ഇതിപ്പോൾ 3 ലെയർ അല്ലേ, അതല്ല എന്നാ നമുക്ക് 2 ലെയർ വേണ്ടിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സ്ക്യൂവറിൻ്റെ ഷേപ്പ് ആക്കി വെച്ചാൽ മതി. 2 ലെയർ ആണെന്നു ഞാൻ പറയുന്നത്. 3 ഇച്ചിരി ഹെവി ആവും കേട്ടോ. ഇതിപ്പോൾ സ്ക്യൂവറിന് ഇച്ചിരി നീളവും വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 3 ലെയർ ആക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 നമ്മൾ സ്ക്യൂവറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ, ഒരു ഇച്ചിരി ഇട്ടാച്ചാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാന്നോ, ഈ തവ ഇച്ചിരി ഒന്ന് ചൂടായിരിക്കുക. അന്നേരം പെട്ടെന്ന് നമ്മൾ മീൻ എടുത്ത് ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേന് പെട്ടെന്ന് കയറി അടി പിടിക്കും. അന്നേരം ഇച്ചിരി സോഫ്റ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കാതിരിക്കത്തുള്ളൂ. ഇതല്ല, ബട്ടർ അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്തേച്ചാലും മതി. ഇപ്പം ബട്ടറാണെന്നും ഇച്ചിരി ടേസ്റ്റ്, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം. ഒത്തിരി അല്ല, ഒരു ഇച്ചിരി. ഇനി എന്നാന്നോ ചെയ്യാൻ പോകുന്നേ, ഈ പറഞ്ഞ കൂട്ട് മീൻ വെന്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നല്ല എണ്ണയിൽ കിടന്നാൽ മാത്രമേ മീനൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ, ആ നല്ല തിളച്ച എണ്ണയിൽ. ഇവിടെ ഇപ്പോൾ ടിക്ക ആയതുകൊണ്ട് ശരിക്കും നമ്മൾ തന്നെ ചുട്ടെടുക്കുന്നതല്ലേ. നമുക്ക് എൻ്റെ അന്നേലും ചില സമയം ഗ്രില്ലാന്നേൽ ശരിയായി വരികയില്ല. ഇതൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ. അപ്പോൾ ഗ്യാസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്തെ ഉള്ള എണ്ണയൊക്കെ അങ്ങ് ഊസ് ഔട്ട് ആയേച്ച് ഗ്യാസ് മുഴുവൻ വൃത്തിയിടാം. നമ്മുടെ സ്റ്റൗവിന് പിന്നെ ഒരു രക്ഷയില്ല, നമ്മൾ വൃത്തിയാക്കാൻ നടക്കണം. ഇതൊക്കെ എനിക്ക് മെനക്കെടാൻ മേലാഞ്ഞുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടില്ലേ, ഇതിനി ഇച്ചിരി നേരം ഒന്ന് വേവാനിടണം. അതായത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നേരം ഒന്നുമില്ല, മീനിൻ്റെ വേവ് എത്ര നേരം ഉണ്ടല്ലോ, ഇച്ചിരി നേരമല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടാമേ. ഇത്ര ഇരിക്കട്ടെ. ഇനി ഒരു കാര്യം എന്നാന്നറിയോ, എളുപ്പ വഴിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണേ. അതൊരു കാര്യം ചെയ്യാം, ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ആ ജ്യൂസിന് വേണ്ടിയുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തണ്ണിമത്തൻ എടുത്തേക്കുക. തണ്ണിമത്തൻ എപ്പോഴും പഴുത്തതായിരിക്കണേ. എന്നാന്ന് വെച്ചാൽ ചിലതൊക്കെ ആണെങ്കിലും ഇച്ചിരി വെളുത്തല്ലേ ഇരിക്കുന്നത്, അതൊക്കത്തില്ല. ഇച്ചിരി ചുമന്ന തന്നെ തണ്ണിമത്തൻ എടുക്കണ്ടേ. പിന്നെ എന്നാന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ്. പിന്നെ പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടോളൂ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്, തണ്ണിമത്തൻ കഴിയുന്നതും കുരുവെടുക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അത് ചെയ്യാൻ പോകുന്നത് കാണിച്ചു.
തണ്ണിമത്തൻ കണ്ട ഒരു കുഴപ്പമുണ്ട് കേട്ടോ, അതിപ്പോൾ ഷോ ആയാലും വീടായാലും ഞാൻ തിന്നും. ഒരു ഇച്ചിരി പഞ്ചസാര. ഇതിനകത്ത് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. കാര്യം എന്നാന്നോ, വാട്ടർമെലൺ ഈസ് ബേസിക്കലി വാട്ടറി അല്ലേ, അന്നേരം ഇച്ചിരി വെള്ളം ഒത്തിരി ഒഴിക്കണ്ട, കുറച്ച് വെച്ചാൽ. ഇനി ഗസ്റ്റ് വരുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയോ, ഇതിനകത്തോട്ട് ഒരു 2 ഐസ് കൂടെ ഇട്ടേച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്താൽ മതി. അത്രയും നേരം എന്നാ ചെയ്യണം, ഇത് ഫ്രിഡ്ജിലിരിക്കണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ വെന്ത് കാണുമായിരിക്കും. നോക്കട്ടെ. ഓ യെസ്. പക്ഷേ ഇതിന് ഇച്ചിരി സമയം എടുക്കുവേ, കുറച്ച് നേരം എടുത്തേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. 4 വശവും തിരിച്ചിടണം, അല്ലെന്നുണ്ടെങ്കിൽ മീൻ ഇച്ചിരി വേവാൻ പ്രയാസവാ. ശരിക്കും ഞാൻ നമ്മുടെ എന്താ പറയുന്നത് ടിക്ക പെട്ടെന്ന് ആവുന്ന ഒരു റെസിപ്പിയാ എന്നൊക്കെ ഞാൻ വലിയ വർത്താനം പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഇപ്പോഴാണ് ഇതിന് ഇച്ചിരി സമയം എടുക്കുന്നത്. മീനാകുമ്പോൾ ഒരുപാട് നമുക്ക് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ നോക്കിയാൽ പൊട്ടിപ്പോവും. അടുക്കള വൃത്തിയാക്കി അതിന് കൂടെ നമ്മൾ ടിക്കായും ഒരു പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ടിക്ക പ്ലേറ്റ് ചെയ്തു, ഞാൻ ആ സ്ക്യൂറിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ജ്യൂസ് ഞാൻ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു. പിന്നെ ഇതിനകത്ത് വലിയ ടെൻഷനൊന്നും ഇല്ലല്ലോ. മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ വാട്ടർമെലനും കൂടിയാണ് ചെയ്തേക്കുന്നത്. മധുരം കുറച്ചിട്ടുണ്ട്.